ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പിന്നെയും നമ്മുടെ അടുപ്പിച്ച് ജോലിക്ക് പോകുന്ന 4 ദിവസത്തെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഡേ 1 ആയിരിക്കും അതിൻ്റെ. ഞങ്ങൾ നോക്കുന്നത് ട്രാം വരുന്നുണ്ട്, അത് നമ്മുടെ ആണോ എന്ന് നോക്കുകയാണ്. അത് നമ്മുടെ അല്ല. സോ ഇന്ന് നമ്മുടെ അല്ല, പക്ഷേ നാളെ നമ്മുടെ ആവാൻ നല്ല സാധ്യതയുള്ള ഒരു സാധനത്തിനെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. ഈ കിടക്കുന്ന മുതൽ ഇതാരുടെ ആയാലും ഒരു രക്ഷയില്ല. ഇന്ന് നമ്മുടെ അല്ല, പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പണിയെടുത്ത് ഒരു ലെവലെത്തുമ്പോൾ നമ്മുടെ ആകുമായിരിക്കും. പക്ഷെ അടുത്ത ട്രാമ്പ് നമ്മുടെയാണ്. ആകട്ടെ, അല്ലേ? നിങ്ങൾക്കുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ. അതിനുവേണ്ടി വർക്ക് ഏതേലും ദിവസം ഏതേലും കാലത്ത് ശരിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും എന്തായാലും ഒരു ദിവസമൊക്കെ ശരിയാവും. അപ്പോൾ ഇന്നിനി നമ്മൾ ജോലിക്ക് പോവുകയാണ്. ഇന്ന് വലിയ ഷിഫ്റ്റൊന്നുമില്ല. ഞാൻ 8 മണിക്കൂർ മതി എന്നാണ് പറഞ്ഞേക്കണേ. ഇന്ന് ഉടക്കും പരിപാടികളൊന്നും ഉണ്ടാവാതെ സിമ്പിളാക്കി തീർത്ത് തരണേ. കാരണം 8 മണിക്കൂറിലും കൂടുതൽ നിൽക്കാൻ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് അല്ല. നാളെയും അങ്ങനെ തന്നെ. കാരണം ശനി ഞായർ ഓൾറെഡി എൻ്റെ ബോഡി പ്രിപ്പയർഡാണ്. ബാക്കി ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ പോലും ഞാൻ പ്രിപ്പയർഡ് അല്ല. പക്ഷേ എൻ്റെ ധനകാര്യമന്ത്രിയാണ് പ്രശ്നക്കാരൻ. അപ്പോൾ നമുക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ സ്ഥിരം നമ്മുടെ ചെയ്യുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളൊക്കെ കാണിച്ച് നമുക്ക് അങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കാം. അപ്പോൾ ഇപ്പം അത്രേ ഉള്ളൂ. ഇതാ പോകുന്ന ട്രാം ആ അറ്റത്ത് നിന്ന് കറങ്ങി വന്നാൽ നമ്മുടെ ട്രാം ഇപ്പം അങ്ങോട്ട് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രാജകീയ പരിപാടി. കാരണം അത് ലാസ്റ്റ് സ്റ്റോപ്പ് അടുത്തത്. അമ്മേ, അപ്പം അത്രേ ഉള്ളൂ. ഇനി ജോലിക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ശിബു ദിനം അതേപോലെ തണുപ്പാണ്, പക്ഷെ തണുപ്പല്ല, ചെറിയ ഇളം തണുപ്പുള്ളൂ. ഒരു മുക്കാൽ മണിക്കൂറും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 ഡിഗ്രി ആവും. ഇപ്പം ഉള്ളത് 8 ഡിഗ്രിയാണ്. തണുപ്പ് അധികം ഇല്ല, പക്ഷേ ഞാൻ ഇത് ഇട്ടു എന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വേറെ കളർ ടീഷർട്ട് ഉണ്ട്. അത് തിരിച്ചു വരുമ്പോൾ ആ ടീഷർട്ട് ആയിരിക്കും ഇടാം. ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് വെറുതെ പണി മേടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ഇന്നലെ പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് മരുന്ന് കഴിക്കാണ്ട് തന്നെ ഒക്കെ മാറിപ്പോയി. ഭാഗ്യം. അപ്പോൾ ശരി. തീരെ വയ്യ ഗൈസ്. ഇന്ന് ആരൊക്കെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക. സേ ഹായ്. കണ്ടായിരിക്കും മുഖം. ഹാർഡ് വർക്കിംഗ് ടു മച്ച് ടുഡേ. ഞാൻ മിക്കതും നേരത്തെ വീട്ടിൽ പോയി. എനിക്ക് കണ്ണും മൂക്കൊന്നും കാണാൻ പറ്റുള്ള. ജോലിക്ക് വന്ന് ഉറക്കത്തിൽ നിന്ന് എൻ്റെ സമയത്ത് ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റണില്ല, ഒന്ന് ഛർദ്ദിച്ചു. ശുഭമായിട്ടുണ്ട്. നിരവയ്യ ആകെ അവശ്യ നിലയിലാണ്. കാലത്ത് വന്ന് കുറച്ച് മെയിലൊക്കെ റിപ്ലൈ കൊടുത്ത് കുറച്ച് പരിപാടികൾ ചെയ്തു. ഇതിനൊന്നിനും വരാം. പറ്റിയ തിരിച്ചു പോവും, അല്ലെങ്കിൽ പിടിച്ചു വെക്കും. കാരണം മണിക്കൂറിനുള്ള കാശ് കേട്ടാ. ഒക്കെ നോക്കാൻ എന്താവുമെന്ന്. പ്രഭാത പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്തോ ഭാഗ്യത്തിന് വലിച്ചു നീട്ടി കഴിഞ്ഞു. ഇനി ഒരു കുഞ്ഞ് ബ്രേക്ക് പാസ്സാക്കണം. ഒരു ചായ കുടിക്കണം. ചായ കുടിച്ച് ഉഷാറായ രക്ഷപ്പെട്ടു. അല്ലേ പ്രശ്നം. ഹൗ വാസ് യുവർ ഡേ? ഐ സീ ബ്യൂട്ടിഫുൾ ഹെയർ കട്ട്. ഹൗ മച്ച് ഡിഡ് യു പേ ഫോർ ദ ഹെയർ കട്ട്? Guess how much? How much is the guess? You guess. It should be, look here, 50, 60, 90. 90 zloty for a haircut. Yeah. That's the reason why I don't take a haircut. Shocked. I'm also shocked. ഇന്നത്തെ ദിവസത്തെ ജോലി കഴിഞ്ഞു. 8 മണിക്കൂർ ഷിഫ്റ്റ് ആയിരുന്നു. വലിയ കാര്യമായിട്ട് കാണിക്കാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. യൂഷ്വൽ സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോയില്ല. ഞാൻ എന്തെങ്കിലും ചെറിയ പ്രാങ്ക് പോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വയ്യാത്തതും കൊണ്ട്, വയ്യായിക ഉള്ളത് കൊണ്ടും ഞാൻ പിന്നെ അധികം ഇടങ്ങേറ് പിടിച്ച പരിപാടിക്കൊന്നും പോയില്ല. ട്രൈപോഡും പുറത്തേക്ക് എടുത്തില്ല. അതുകൊണ്ട് തന്നെ ക്ലിപ്പുകളും എടുത്തില്ല, ഒന്നും എടുത്തില്ല. ഒരു ചടഞ്ഞ ദിവസം ഒതുങ്ങിക്കൂടിയിരുന്നു. എനിക്ക് ചെയ്യേണ്ട പരിപാടികൾ ഞാൻ വൃത്തിക്ക് ചെയ്തു. അതായത് മെയിൽ ചെക്കിങ്, അതേപോലെ എല്ലാവർക്കും ജോലി കൊടുക്കൽ പരിപാടികളൊക്കെ ചെയ്തു. ടാസ്ക് കൊടുക്കൽ പരിപാടികളൊക്കെ ചെയ്തു. എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ലാണ്ട് തീർത്തു. ഞാൻ വിചാരിച്ച് നേരത്തെ പോകേണ്ടി വരുന്നതാണ്. ഞാൻ ഇനീഷ്യലി അങ്ങനത്തെ പ്ലാൻ ഇട്ട് സെറ്റ് ചെയ്ത് നിന്നിരുന്നു. പക്ഷേ പിന്നീട് വിചാരിച്ച് ഇരുന്ന് എങ്ങനെയൊക്കെ സമയം തള്ളി നീക്കാമെന്ന്. കാരണം മണിക്കൂറിന് കാശ് കിട്ടുന്നവർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ 8 മണിക്കൂർ ഷിഫ്റ്റ് തീർത്തു. ഞാൻ വേറൊരുത്തിനെ വിളിച്ചു വരുത്തി. ഇനിയിപ്പോൾ അവനിരുന്നോളും. ബാക്കി ഒരു 8 മണിക്കൂറും കൂടി
ഞാനിനി നാളെയും കൂടി വരണം. നാളെ ഞാൻ വരാണ്ടിരിക്കും. പക്ഷെ സാധ്യതയില്ല. ഇത് നമ്മൾ അവൈലബിലിറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പിൻവലിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ എനിക്കൊരു കാര്യം ഇന്ന് നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾ എന്തായാലും വിദേശത്ത് പഠിക്കാൻ വരുമ്പോൾ എല്ലാ തരത്തിലുള്ള കൂട്ടുകാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലെറ്റ്സേ വെള്ളമടിക്കുന്ന കൂട്ടുകാരുണ്ടാവും, കഞ്ചാവ് വലിക്കുന്ന കൂട്ടുകാരുണ്ടാവും, പൊടി എടുക്കുന്ന കൂട്ടുകാരുണ്ടാവും, സിന്തറ്റിക് സാധനങ്ങൾ എടുക്കുന്നവന്മാരുണ്ടാവും, സ്റ്റാമ്പ് എടുക്കുന്നവന്മാരുണ്ടാവും, എല്ലാ തരം സാധനങ്ങൾ എടുക്കുന്നവന്മാരും ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകാരായിട്ട് അല്ലെങ്കിൽ പരിചയത്തിലൊക്കെ ഉണ്ടാവും. ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നശിക്കാൻ പോകുന്നതും നിങ്ങൾ മാത്രമാണ്. അതേപോലെ നഷ്ടം സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും മാത്രമാണ്. അതുകൊണ്ട് തന്നെ നോ അഥവാ യെസ് ഈ 2 സാധനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് തള്ളാൻ നിൽക്കരുത്. ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഇതിൽ നോ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. യെസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ അഡിക്റ്റ് ആയി പോകും എന്നൊരു പ്രശ്നം, ജീവിതം തൊലഞ്ഞോളും. അങ്ങനെയാണ് ഞാൻ നേരിട്ട് പലരിലും ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടും നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം വിദേശത്തേക്ക് പഠിക്കാൻ വന്നാൽ ഇതിപ്പോൾ നാട്ടിലായാലും കണക്കാണ്, എല്ലാം ചുറ്റി വലഞ്ഞാൽ നിൽക്കുന്നത്. നാട്ടിലാവുമ്പോൾ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ കാണും. വിദേശത്ത് ആ ഒരു സാധനം ഇല്ല. ഒന്നങ്ങോട്ട് തന്നെയാണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് ഒരു ധാരാവിയല്ലോ ഒരു പോക്ക. അപ്പം അതും കൂടി ഒന്ന് നോക്കാം. ഇതെന്ന് പറയാനുള്ള കാരണം ഉണ്ടായിരുന്നു, പക്ഷെ ആ കാരണം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ. കുറേ നേരത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രാം അവസാനം വന്നു. എവിടെയായിരുന്നു മോനെ? കോട്ട വീട്ടിൽ കൊണ്ട് കിടന്നുറങ്ങണം, മരുന്ന് കഴിക്കണം, ലേഹ്യം കഴിക്കണം. കാരണം ഇത്തവണ മരുന്ന് കഴിക്കാണ്ടുള്ള പരിപാടിയാണ് പിടിച്ചേക്കണേ. സോ ഫാർ എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ ഞാൻ പോകുന്നു. ബൈ ബൈ. കേരള.